ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ധനുഷിനെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമല്ലോ അല്ലേ? താൻ പേടിക്കണ്ട, ധനുഷിന് അതിനൊക്കെയുള്ള ധൈര്യമുണ്ട്. ചെങ്കൽമധുവിന്റെ ആളുകളുടെ കണ്ണു വെട്ടിച്ച അനുപെണ്ണം കൊണ്ട് പോകേണ്ടത്. ആ സമയത്ത് അവര് കണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ജഡ്ജിയുടെ വീട്ടുമുറ്റത്ത് അവരൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അത് പണിയാവുന്ന അവർക്കറിയാം. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. സച്ചേട്ടാ, ധനുഷിനൊന്ന് വിളിക്കാം. വക്കീല് പറഞ്ഞ കാര്യങ്ങൾ ധനുഷു അറിഞ്ഞിരിക്കണമല്ലോ. സച്ചേട്ടനാ. ഹലോ സച്ചേട്ടാ. ആ ധനുഷേ, അഡ്വക്കേറ്റ് കൃഷ്ണപത്രൻ സാർ വിളിച്ചിരുന്നു. നാളെ 11 മണിക്ക് അനുപേട്ടനെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ആ, അതെല്ലാം ഓക്കെയാണ്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി സച്ചേട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല. പിന്നെന്തിനാ സച്ചേട്ടൻ വിളിച്ചേ? അത് അഡ്വക്കേറ്റ് വിളിച്ച കാര്യം പറയാനാ എന്നെ വിളിച്ചത്. അത് ധനുഷിനോട് എന്തിനാ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം. അനുപെണ്ണെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് ആ ഗുണ്ടകളുമായിട്ട് തല്ലും പിടിയും ഉണ്ടാക്കാൻ ഇവിടുന്ന് പോവാൻ പറ്റില്ല. അതിനാര് പോകുന്നു? എനിക്ക് നാളെ വേറെ ജോലിയുണ്ട്. ഫോണിലൂടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. നാളത്തെ കാര്യമെല്ലാം ഓക്കെ അല്ലേന്ന്. എന്താ അതിനർത്ഥം? നാളത്തെ എന്തെങ്കിലും കാര്യം ധനുഷിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇനി ഇവളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ നാളെ അവരുടെ ഒപ്പം പോകുന്നുണ്ടെന്ന് ഇവൾ അറിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കും. ധനുഷ് എന്താ ആലോചിക്കുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റവാളിയെ പോലെ ചോദ്യം ചെയ്യുന്നത്? എനിക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ. വല്ലവർക്കും വേണ്ടി ഏതെങ്കിലും ഗുണ്ടകളുടെ കത്തിയുടെ മുമ്പിൽ ചെന്ന് കയറി കൊടുക്കാൻ നിന്നെ ഞാൻ വിടില്ല. അനുപേണ്ണെ രക്ഷിക്കേണ്ടവരെ രക്ഷിച്ചോളും. അതിന് ധനുഷിന്റെ ഒരു സഹായം ആവശ്യമില്ല. നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നാളെ സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ പോകുന്നുമില്ല. പിന്നെ ഫോൺ വിളിച്ചിട്ട് നമ്മളോടൊരു കാര്യം പറയുമ്പോ നമ്മളത് കേൾക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? അത്രേ ഉള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. നന്ദേട്ടൻ നേരത്തെ തീരുമാനിച്ച ആ മീറ്റിങ്ങിന് എനിക്ക് പോയേ പറ്റൂ. ചിലപ്പോ 2-3 ദിവസം കഴിഞ്ഞേ വരൂ. എന്നാലും സാരമില്ല. പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയിട്ട് വന്നാ മതി. ഓ, സമ്മതിച്ചു. നീ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്.